മെഡിക്കൽ കോളേജിലുണ്ടായ അപകടത്തിന് ശേഷം സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളെ ചിലർ പൊതുവൽക്കരിച്ച് താറടിക്കുന്നത് സ്ഥിര കാഴ്ചയായി മാറിയിട്ടുണ്ട്. ഒരു തെറ്റിന് പുറമെ പോരായ്മകൾ മാത്രം കണ്ടെത്തി പറയുന്നു. ചെറിയ ചെറിയ പോരായ്മകൾ ഉണ്ടെങ്കിലും അതോടൊപ്പം തന്നെ മിക്ക മേഖലകളിലും സമാനതകളില്ലാത്ത മുന്നേറ്റം നാം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വിമർശിക്കുന്നവർ അതിലൂടെ മറന്നു പോകുന്നത്. വികസനങ്ങളെക്കുറിച്ചും സർക്കാരിന്റെ മറ്റു പ്രവർത്തനങ്ങളെക്കുറിച്ചുമൊന്നും യാതൊരു ധാരണയും ഇല്ലാത്തവരാണ് വളരെ തെറ്റിദ്ധാരണകളോടെ സ്ഥാപിത താല്പര്യങ്ങൾ വെച്ച് മരുന്നില്ല, സൂചിയില്ല, പഞ്ഞിയില്ല എന്നൊക്കെ വസ്തുതകളൊന്നും പരിശോധിക്കാതെ അടച്ചാക്ഷേപിക്കുന്നത്. വിസ്മയകരമായ മാറ്റമാണ് നമ്മുടെ ആരോഗ്യ മേഖലയിൽ കഴിഞ്ഞ 9 വർഷം കൊണ്ട് ഉണ്ടായിരിക്കുന്നു എന്നത് സംശയമില്ലാത്ത കാര്യമാണ്. പ്രതിപക്ഷവും പ്രതിപക്ഷത്തിനൊപ്പം കൂടിയും ആരോഗ്യ മേഖലയെ താറടിക്കുന്നവർ 9 വർഷം മുമ്പ് ആരോഗ്യ മേഖല എങ്ങനെയായിരുന്നുവെന്ന് ഇടയ്ക്കൊന്ന് ഓർമ്മിക്കുന്നത് ഇന്നത്തെ മാറ്റങ്ങളുടെ പകിട്ട് ഒന്നുകൂടി മിനുക്കുക തന്നെയേ ചെയ്യുകയുള്ളൂ. എന്നാലോ ഈ നേട്ടങ്ങളെക്കുറിച്ച് കാണിക്കാൻ വ്യാപകമായ കള്ളപ്രചാരണ വേലകൾ പല വിധത്തിലാണ് നടക്കുന്നത്. മാറ്റമില്ല എന്ന് പറയുന്നവരോട് ഒരു കാര്യം പങ്കുവയ്ക്കട്ടെ. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയുടെ ഇന്നത്തെ അവസ്ഥ അറിയുമോ നിങ്ങൾക്ക്? പണ്ട് UDF ഭരണകാലത്ത് എങ്ങനെയായിരുന്നുവെന്നറിയാമോ? ആ ആശുപത്രിയിൽ 2 മുന്നണിയുടെ കാലങ്ങളിലും ഉണ്ടായിരുന്ന മാറ്റങ്ങൾ 4 വർഷം മുമ്പ് മറ്റൊരു ചാനൽ പുറത്തുവിട്ടിരുന്നു. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: പൊടിയും ചിലന്തി വലയും കൊണ്ട് മൂടിയ ഓപ്പറേഷൻ തിയേറ്ററിൽ ശസ്ത്രക്രിയ നടത്താനാകില്ലെന്ന് കാട്ടി ഡോക്ടർമാർ കത്ത് നൽകിയിട്ടും നടപടികളില്ലാതെ തുടരുന്നു. വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഓപ്പറേഷൻ നടത്തിയാലുള്ള പരിണിത ഫലങ്ങളും ആശുപത്രി സൂപ്രണ്ട് ആരോഗ്യമന്ത്രിയെ അറിയിച്ചു. എന്നാൽ അന്നത്തെ ആരോഗ്യമന്ത്രിയായിരുന്ന VS ശിവകുമാർ അക്കാര്യം തള്ളുകയാണ് ഉണ്ടായത്. കഴിഞ്ഞ കാര്യങ്ങൾ, അന്നത്തെ അവസ്ഥകളൊക്കെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് അന്നത്തെ കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ കാര്യങ്ങളെ പൂർണ്ണമായും മറന്നുകൊണ്ടാണ് ഇന്നത്തെ സർക്കാരിനെതിരെ വിമർശനങ്ങൾ ഉയരുന്നത്. വിമർശിക്കാൻ അർഹതയുണ്ടോ എന്ന് സ്വയം ചിന്തിച്ചിട്ട് അതിനിറങ്ങിത്തിരിക്കുന്നതല്ലേ പ്രതിപക്ഷ അനുകൂലികളെ നല്ലത്?